അത് ഞാനിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലാണുള്ളത്. അപ്പം നമ്മളെ വർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക, ഏതൊക്കെ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പം ഇവിടെ ഓൾറെഡി നമ്മളെ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടാണ് നമ്മളെ പ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ലാമിനേഷൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. നമുക്കിവിടെ മാക്സിമം ഒരു 30 ഷീറ്റ് വരെ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാൻ പറ്റും. ഒരു 7 മണിക്കൂറാണ് നമ്മൾ പ്രസ്സിങ്ങിന് വേണ്ടി ഇടുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഒരു 7 hours ആണ് നമ്മൾ ഇടുക. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാമിനേഷൻ പഞ്ച് ചെയ്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലത് മെഷീൻ പ്രസ്സിങ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത സെക്ഷൻ വരുന്നത് എഡ്ജ് ബാൻഡിങ്ങിൻ്റെ സെക്ഷനാണ്. അവിടുന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഡോസ് ഒക്കെ എഡ്ജ് ബാൻഡിങ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ത്രൂ ആണ് നമ്മൾ എഡ്ജ് ബാൻഡിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ പാർട്ണറാണ് അനസ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഇതേപോലുള്ള ഒരു പോർഷനാണ് ഇവിടെ നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്തത്. നമുക്ക് ഈ ഒരു ഫിനിഷിങ് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കോർണറൊക്കെ അത്രയും ഫിനിഷിങ്ങിലാണ് നമുക്കിതിൽ കിട്ടുക. ഇത് 0.5 ആണ് വരുന്നത്. അടുത്തൊരു യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു മാനുവൽ എഡ്ജ് ബാൻഡിങ് ആണ്. ഇവിടെ നമ്മൾ മാനുവലായിട്ട് കർവ് ഡിസൈൻസ് ഒക്കെ നമുക്ക് എഡ്ജ് ബാൻഡ് ചെയ്യാൻ മാനുവലായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു മെഷീനിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ മാനുവൽ എഡ്ജ് ബാൻഡിങ്ങിൻ്റെ ഒരു യൂണിറ്റാണ് ഇവിടെ നമുക്ക് വരുന്നത്.